ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ഇതുപോലെ ഉരുളക്കിഴങ്ങും മൈദയൊക്കെ വെച്ചിട്ടുള്ള ഒരു ബ്രോസ്റ്റ് പോലത്തെ ഒരു ഐറ്റംസ് ആട്ടോ 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാൻ എടുത്ത 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസിനെ കരിഞ്ഞെടുക്കൂലേ അതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് വെച്ച് മാറ്റി വെക്കാം. തണുത്ത വെള്ളം ഒഴിക്കുന്ന കളർ മാറിപ്പോകാതെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഞാനൊരു കപ്പിൽ മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വേണ്ട, അതിലും കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു കപ്പ് മൈദയിലേക്ക് ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം, 1/4 ടീസ്പൂൺ ഇല്ല അതിലും കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഉപ്പും ആ ഒരു സോഡയും എല്ലാം ആ ഒരു പൊടിയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വരണേ. മിക്സായ ശേഷം നമുക്ക് സാധാ വെള്ളം കുറച്ച് പച്ചവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് കൊടുക്കണേ. എന്നിട്ട് നമ്മളൊരു പഴംപൊരിയുടെ ആ ഒരു മാവ് ഉണ്ടാവില്ലേ അതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് തന്നെ കുറച്ച് സമയം പിടിച്ചിട്ടാണെങ്കിലും ഒന്ന് ഇതുപോലെ ആക്കിയിട്ട് എടുക്കുക. ഇത് കുറച്ച് കട്ടി കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് പാകണേ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഇതിൽ കണ്ടിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ട് ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു മാവ് ഈ ഒരു ഉരുളക്കിഴങ്ങിലൊക്കെ ഇങ്ങനെ ആയി കിട്ടണം കേട്ടോ. പിടിച്ച് കിട്ടില്ല, ഇതിലൊക്കെ ഒന്ന് ജസ്റ്റ് ആയി കിട്ടണം. എന്നിട്ട് നമുക്ക് ഒരു കപ്പിൽ കുറച്ച് മൈദ എടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് ആ ഒരു മൈദയിൽ പൊതിഞ്ഞിങ്ങനെ കണ്ടില്ലേ ഇതുപോലെ ഈ ഒരു മൈദ വെച്ചിട്ട് ഇതുപോലെ പൊതിഞ്ഞെടുക്കുക കേട്ടോ. പൊതിഞ്ഞെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് എന്താ പറയുക കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ ഇതുപോലെ ഇതിൽ ഒട്ടി പിടിച്ചിരിക്കും. എന്നിട്ട് ഒന്നും കൂടെ ആക്കിയിട്ട് ഇതിൻ്റെ പൊടി ഒന്ന് തട്ടിയെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ തട്ടണം. ഞാൻ തട്ടിയപ്പം കുറച്ച് പൊടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഒരു എണ്ണയിൽ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തട്ടിയിട്ട് ഫുള്ളായിട്ട് നമുക്ക് അങ്ങനെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം ഒരു പ്ലേറ്റ് നിറയെ തട്ടി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോന്നെടുത്തിട്ട് തിരിച്ചും മറിച്ചും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഉരുളക്കിഴങ്ങ് വേവില്ല. പുറം പെട്ടെന്ന് മൈദയല്ലേ, പെട്ടെന്ന് വെന്തിട്ട് ഒരു കളറൊക്കെ മാറി കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇതുപോലെ വെച്ച് മറിച്ചിട്ട് കൊടുത്ത് ആ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ ഫുൾ തീ കൂട്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കിട്ടുമ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. നമ്മൾ ഈ ഒരു ബ്രോസ്റ്റിൻ്റെയും ക്യാപ്സിൻ്റെയൊക്കെ ആ ഒരു കളറിൽ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ടാമത് ഞാൻ ഇതുപോലെ അതിലൊക്കെ ഒന്ന് ടിപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്താൽ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടി കാണുന്നത് മുഴുവൻ മൈദപ്പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നന്നായിട്ട് തന്നെ തട്ടി കൊടുത്തുകൊണ്ട് ഇനി എണ്ണ എന്തിനും പറ്റൂല. അപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ കുറച്ച് സമയം എടുക്കും ഇതിൽ ഒരു ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കാണെങ്കിൽ വലിയവർക്കാണെങ്കിൽ ഇഷ്ടമാവും കേട്ടോ. വൈകുന്നേരം ചായൻ്റെ കൂടെ ഒരു ടൊമാറ്റോ കച്ചപ്പ് കൂടി ഉണ്ടെങ്കിൽ പൊളിക്കും. അത്രക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്.